പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരങ്ങളെ തട്ടി ജീസസ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചവർ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഇന്ന് രാത്രിയിലും അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനവുമായി ഇന്ന് രാത്രിയിലും ലൈവിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം അടിയനെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തണമേ. കർത്താവിന്റെ വരവിന് മുന്നോടിയായി നിറവേറേണ്ട തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവേ, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ അവകാശികളായി മാറുവാൻ ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ അത് വിശ്വസിച്ച് ജീവിക്കുവാൻ കഴിയാതെ ഹൃദയത്തെ കുരുടാക്കിക്കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളെ ആമേൻ അത് ശാസിച്ച് ജയമെടുക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ കർത്താവെ ദൈവജനത്തെ അവിടെ നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ അടക്കി വാഴുന്ന അന്ധകാര മണ്ഡലങ്ങളോട് പൊരുതി ജയിക്കുവാൻ ഉതകുന്ന വചനത്തിന്റെ ശക്തിയാൽ ഈ രാത്രി ചില വ്യക്തികൾ, കുടുംബങ്ങൾ നിറയപ്പെടുവാൻ ഇടയാക്കണം. ചില പാപികൾ മനം തിരിയണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം, രോഗികൾ സൗഖ്യമാകണം. ശുശ്രൂഷിപ്പാനടിനെ ശക്തീകരിച്ചാട്ട് ജനത്തെ അവിടെ ഒരുക്കിയ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ഹല്ലേലൂയ നമ്മിൽ വ്യാപരിക്കുന്നവന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ഒരു പാട്ടിന്റെ ചരണങ്ങൾ പാടി കർത്താവ് നൽകിയ വചനം പങ്കുവെച്ച് ഈ കൂട്ടായ്മ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായ സുഖം വിട്ടാൽ മതി. ആമേൻ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായ സുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിഞ്ഞ നഗരമതിൽ പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. പരൻ ശില്പിയായി പണിഞ്ഞ നഗരമതിൽ പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാ സുഖം വിട്ടാൽ മതി. ആമേൻ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായ സുഖം വിട്ടാൽ മതി. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലും തുണയാകും യേശുവോടോ ചേർന്നാൽ മതി. ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലും തുണയാകും യേശുവോടോ ചേർന്നാൽ മതി. ആമേൻ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാ സുഖം വിട്ടാൽ മതി. ആമേൻ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി,
ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഒരിക്കൽ പാപാന്ധകാര കുഴിയാതിൽ ഞാൻ മരിച്ചവനായി കിടന്നോ ഇടത്തു നിന്നു. ഒരിക്കൽ പാപാന്ധകാര കുഴിയാതിൽ ഞാൻ മരിച്ചവനായി കിടന്നോ ഇടത്തു നിന്ന്. ഉയർത്തിയെന്നോളമെന്നെ നിർത്തിയവൻ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. ഉയർത്തിയെന്നോളമെന്നെ നിർത്തിയവൻ ഉറപ്പുള്ള പാറയാകും യേശുവിൽ. ആമേൻ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. ആമേൻ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. പ്രിയനെ നീയേകും ദിനമൊക്കെയും ഉയർത്തിയിടാം സുവിശേഷ കൊടിയായി മണ്ണിൽ. പ്രിയനെ നീയേകും ദിനമൊക്കെയും ഉയർത്തിയിടാം സുവിശേഷ കൊടിയായി മണ്ണിൽ. ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ തിടുക്കമാണൻ മണവാളൻ വന്നാൽ മതി. ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ തിടുക്കമാണൻ മണവാളൻ വന്നാൽ മതി. ആമേൻ. എനിക്കെന്റെ യേശുവിനെ ാൽ മതി. പ്രൈസ് ദി ലോർഡ്. പഴയ ഭക്തന്മാർ ചേർന്ന് പാടി ആരാധിച്ച അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്നതിൽ സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വേഗത്തിൽ ദൈവം നൽകിയ സന്ദേശം പറഞ്ഞ് ദൈവത്തിന് ഇരിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി കേൾവിക്കാരായി ശ്രോതാക്കളായി ദൈവത്തിലായിരിക്കുന്നവരോട് ഒരു റിക്വസ്റ്റ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ലോക രാജ്യങ്ങളിൽ ആമേൻ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ആമേൻ പ്രത്യാശയില്ലാത്തവരായി അനേകര് ആമേൻ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ പ്രത്യാശയില്ലാത്തവരെ പോലാകാതെ ആമേൻ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ നമുക്ക് മുന്നമേ പ്രിയം വെച്ച് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടവരും ആദ്യമേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ കർത്താവിനെ എതിരേൽക്കുവാൻ അതേ കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എത്തിപ്പാനുള്ള ഉത്തരവാദിത്വം ദൗത്യം കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടാണ് കടന്നുപോയത്. ആമേൻ. ലോക രാജ്യങ്ങളിൽ ഹല്ലേലൂയ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവർ അവന്റെ ശിഷ്യന്മാരായി മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, ആമേൻ, നിങ്ങൾ സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും അവിടുത്തെ ശിഷ്യന്മാരല്ലേ? ആമേൻ. എനിക്കും നിങ്ങൾക്കുമുള്ള ഉത്തരവാദിത്വമല്ലേ? ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാത്രിയിലും ഈ സന്ദേശവുമായി ഈ ലൈവിൽ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ ക്രമീകരണങ്ങളിലൂടെ ഞാൻ ആയിരിക്കുന്നത്. ഇതിന് ഭാഗവാക്കായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവര് എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇനി ആമേൻ, ഞാൻ ഈ ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കത്തില്ല എന്നുള്ള ഒരു ഉടമ്പടി മേഘത്തിൽ വില്ല് കാണിച്ചിട്ട് മനുഷ്യനോട് ദൈവം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണുവാൻ കഴിയുന്നത് അല്ലെ? ആകാശത്തേക്ക് നോക്കി
കുഞ്ഞുങ്ങള് സന്തോഷിക്കാറില്ലേ മഴവില്ല് കണ്ടിട്ട്? ഹല്ലേലൂയ. അപ്പൊ മഴവില്ല് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, സത്യവേദ പുസ്തകം വായിച്ച് ഗ്രഹിച്ച ഒരു ദൈവവൈദ്യന് പറയാൻ പറ്റും, മഴവില്ല് ഉണ്ടായതിന്റെ പിന്നിൽ ഈ ഭൂമി ശപിക്കപ്പെട്ട് ആമേൻ തകർന്നു പോകുന്ന സമയത്ത് ആമേൻ തകർക്കുന്നവനായിരിക്കുന്ന ദൈവം ആമേൻ അതേ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, ഇനി ഭൂമിയെ വെള്ളം കൊണ്ട് എന്ത് ചെയ്യത്തില്ല, നശിപ്പിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നശിപ്പിക്കത്തില്ലെന്ന് ആമേൻ ആകാശത്തിൽ മേഘത്തിൽ വില്ല് ആമേൻ അതെ അടയാളമായി കാണിച്ച് മനുഷ്യനോട് ദൈവം പറഞ്ഞു. ഹല്ലേലൂയ. ഒരുപക്ഷെ ചോദിക്കും, അവിടെ ഇവിടങ്ങളെ വെള്ളപ്പൊക്കങ്ങളൊക്കെ നടക്കുന്നില്ലേ? അത് ചെറിയ ചെറിയ കാര്യമാണ്. ഹല്ലേലൂയ. എന്നാൽ ലോകം മുഴുവൻ ഒരിക്കൽ വെള്ളത്താൽ നശിപ്പിക്കപ്പെട്ട ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഇന്ന് കാണുന്ന ഈ ഭൂമി തീക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ അതിനകത്ത് അകപ്പെട്ട് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി ആമേൻ അതെ 2 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം 5-ാം വാക്യം. ആമേൻ 2 ശമൂവേലിന്റെ പുസ്തകം ആമേൻ 23-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ദൈവസന്നിധിയിൽ എന്റെ ഗ്രഹം അതുപോലെ അല്ലയോ. ആമേൻ. അവൻ എന്നോട് ഒരു ശാശ്വത നിയമം ചെയ്തുവല്ലോ, അത് എല്ലാറ്റിലും സ്ഥാപിതവും സ്ഥിരവുമായിരിക്കുന്നു. 1-ാം വാക്യം മുതൽ വായിക്കാം വേഗം. ദൈവസന്നിധിയിൽ എല്ലാ ഗ്രഹവും, അതിന്റെ 1-ാം വാക്യം മുതൽ. ഹല്ലേലൂയ. ദാവീദിന്റെ അവസാനത്തെ വാക്കുകൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരം ഉള്ള ഒരു മനുഷ്യനായിരുന്നു ആമേൻ ദാവീദ് എന്ന് ആമേൻ ദൈവം അത് തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആരുടെ ഹൃദയം? ദൈവത്തിന്റെ ഹൃദയം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം എല്ലാം ചെയ്യുന്ന ഒരുവൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ജനിച്ചവൻ അവനത്രേ ദാവീദ്. ഹല്ലേലൂയ. ആ ദാവീദിന്റെ ഈ ലോക ജീവിതത്തിന്റെ അവസാന സമയത്ത് ഹല്ലേലൂയ ആമേൻ തന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതിയ ഗ്രന്ഥത്തിൽ നിന്ന് ഇന്ന് രാത്രി നാം വായിച്ചു കേട്ടുകൊണ്ടിരിക്കുന്ന വേദഭാഗം യിശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു, ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു, യാക്കോബിൻ ദൈവത്താൽ അഭിഷക്തൻ, ഇസ്രായേലിന്റെ മധുര ഗായകൻ തന്നെ, യഹോവയുടെ ആത്മാവ് എന്നിൽ നിന്ന് സംസാരിക്കുന്നു, അവന്റെ വചനം എന്റെ നാവിന്മേലിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവം കൽപ്പിച്ചു, ഇസ്രായേലിൻ പാറ എന്നോട് അരുളി ചെയ്തു, മനുഷ്യനെ നീതിമാനായി ഭരിക്കുന്നവൻ, ദൈവ ഭയത്തോടെ വാഴുന്നവൻ, മേഘമില്ലാതെ പ്രഭാതകാലത്ത് സൂര്യോദയത്തില് പ്രകാശിക്കുന്ന തുല്യൻ, മഴയ്ക്ക് പിമ്പ് സൂര്യകാന്തയാ ഭൂമിയിൽ മുളയ്ക്കുന്ന ഇളം പുല്ലിന് തുല്യൻ. കണ്ടോ? ആമേൻ. എന്റെ ഗ്രഹം ഹല്ലേലൂയ ദൈവം മുമ്പാകെ ഹല്ലേലൂയ അതുപോലെ അല്ലയോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവുള്ളവൻ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ, ദൈവിക പദ്ധതിയുടെ ഭാഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവൻ, നിന്ദിക്കപ്പെടുന്നവരുടെ മുമ്പിൽ ആമേൻ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായി ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവൻ. ഹല്ലേലൂയ. അവന്റെ അവസാന കാലത്ത് ആത്മാവിൽ നിറഞ്ഞെഴുതിയ വരികൾ ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ എന്റെ ഗ്രഹം അതുപോലെ
അതുപോലെ അല്ലയോ. ഹല്ലേലൂയ. അവൻ എന്നോട് ഒരു ശാശ്വത നിയമം ചെയ്തുവല്ലോ. ഹല്ലേലൂയ. അതെല്ലാറ്റിലും സ്ഥാപിതവും സ്ഥിരവുമായിരിക്കുന്നു. ഹല്ലേലൂയ. നല്ല പ്രായം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദാവീദിനെ ആമേൻ അത് ഉപേക്ഷിച്ച അപ്പനും അമ്മയുണ്ട്. ആമേൻ തലമുറകളുണ്ട്. ആമേൻ അവനെ തകർക്കുവാൻ അവനെതിരെ അതേ ശക്തമായി പ്രവർത്തപ്പെട്ട ദുഷ്ടപിശാചുക്കളുണ്ട്. എന്നാൽ അവിടെ എല്ലാം മുമ്പിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമായിരിക്കുന്ന ആമേൻ ദാവീദിന്റെ അവസാന നിര്യാണ കാലത്ത് അടുത്തു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ ആത്മാവിൽ അതേ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാ. അവനെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചിരിക്കുകയാ. ദൈവസന്നിധിയിൽ എന്റെ ഗ്രഹം അതുപോലെ അല്ലയോ. ഏതുപോലെ? അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. ഹല്ലേലൂയ. അവൻ എനിക്ക് സകല രക്ഷയും വാഞ്ചയും ഹല്ലേലൂയ അതെ തഴപ്പിക്കില്ലയോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നവൻ, ആമേൻ നമ്മെ വളർത്തുവാൻ കഴിയുന്നവൻ, നമ്മളെ സംരക്ഷിക്കുവാൻ കഴിയുന്നവൻ, അവൻ ഇരിക്കുന്നിടത്ത് നമ്മളെ കൊണ്ട് ഇരുത്തുവാൻ ശക്തനായവൻ. ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനത്ത് ജനിച്ചു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അവനെ ആമേൻ അതെ വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ക്രമീകരണം ഒരുക്കിയ സർവശക്തനായ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതേ ദൈവം ഒരു ഉടമ്പടി ഹല്ലേലൂയ നിത്യമായ ഒരു ഉടമ്പടി ആമേൻ തന്റെ അതേ ഭക്തനോട് അല്ലെങ്കിൽ തന്റെ ജനത്തോട് ആമേൻ പറയുകയാണ്. ഹല്ലേലൂയ. എന്റെ ഭവനം ദൈവത്തിൻ്റെത് ഹല്ലേലൂയ എങ്കിൽ അല്ലെങ്കിലും ഹല്ലേലൂയ ആമേൻ അതെ ഞാൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. ആമേൻ. ദൈവത്തിന്റെ കൃപയുള്ള എന്നോട് ദൈവം ചെയ്തിരിക്കുന്ന ഉടമ്പടി നിവർത്തിപ്പാൻ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതെ നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം ആമേൻ തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ എന്ന് പറഞ്ഞാൽ ആയുസിന്റെ മധ്യത്തിൽ നിന്നെ തകർക്കുവാൻ കച്ചകറ്റി പിന്തുടർന്ന് നിന്നെ കുന്തമനയില് ആമേൻ കുത്തി വീഴ്ത്തുവാൻ അതെ നിന്നെ വെട്ടി വീഴ്ത്തുവാൻ നിന്റെ മുമ്പിൽ പ്രബലപ്പെട്ടു നിന്ന ശത്രുവിന് നിന്നെ വിട്ടുകൊടുക്കാതെ അത് സിംഹമായാലും കരടിയായാലും നിന്റെ ജീവിത യാത്രയിൽ ആമേൻ നിന്നെ തകർക്കുവാൻ നിന്റെ പ്രത്യാശ ഇല്ലാതാക്കുവാൻ നിന്റെ തലമുറയെ ഇല്ലാതാക്കുവാൻ നിനക്കെതിരെ പ്രബലപ്പെടുന്ന ദുഷ്ടപിശാചിന് നിന്നെ വിട്ടുകൊടുക്കാതെ ദൈവത്തിന്റെ ഹൃദയത്തിന് ആമേൻ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട പുതിയ നിയമ വിശ്വാസിയെ നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും വിട്ടുകൊടുക്കാതെ അവൻ താൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് ഇരുത്താമെന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്തവന്റെ ആമേൻ അതെ ആ മടങ്ങി വരവന് കാലം ആസന്നമായി കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദര സഹോദരി കൂടപ്പുറപ്പേ നിന്നെ കേൾപ്പിച്ച വാഗ്ദത്തം നിന്നെ കേൾപ്പിച്ച ദൈവിക ആലോചന നിവൃത്തീകരിക്കാതെ കണ്ട് നീ ഇവിടുന്ന് ആമേൻ നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു ശത്രുവിനും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. നിന്റെ പ്രായത്തിലുള്ള പലരും തകർന്നു പോയേക്കാം. നിന്റെ ആമേൻ കൂടെ പഠിച്ചവരും നിന്റെ കൂടെ ജനിച്ചവരും നിന്റെ കൂടെ നടന്നവരും പലരും ആമേൻ പലതിലും അകപ്പെട്ട് ആമേൻ നശിച്ചു പോയേക്കാം. എന്നാൽ അത് നിത്യനാശത്തിൽ നിന്ന് നിത്യജീവൻ അവകാശിയായി അതേ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവവൈതലേ നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാൻ ഇരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആമേൻ ദാവീദിന് ദൈവം വെച്ചിരിക്കുന്ന ആയുഷ്കാലം തികഞ്ഞിട്ട് ഹല്ലേലൂയ നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആയുസിന്റെ മധ്യത്തിൽ നിന്നെ തകർത്ത് കളയുവാൻ ആക്സിഡന്റിൽ കുടുക്കി ആമേൻ നിന്നെ വെട്ടി വീഴ്ത്തുവാൻ ദുഷ്ടപിശാച് നിനക്കെതിരെ പ്രബലപ്പെട്ട് നിന്നെ നശിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ അതേ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ ആമേൻ. അതെ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ തലമുറകളെ കാണുവാൻ കഴിയാതെ അല്ല, അടുത്ത തലമുറയെ കാണുവാൻ കഴിയാതെ, ഒന്നാം തലമുറയെ പോലും കാണുവാൻ കഴിയാതെ പലരും ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു
നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വാഗ്ദത്തമുള്ള നിന്നെ തകർക്കുവാൻ അതേ പ്രതിയോഗിയായി പിശാച് അലറി അടുക്കുമ്പോൾ, അതേ നീ ഒറ്റയ്ക്കാണെങ്കിലും നിന്നോട് കൂടെ ഇരുന്ന് അതേ മുമ്പോട്ട് നയിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആമേൻ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും അവന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളവും നിലനിർത്തും. ഹല്ലേലൂയ. ആമേൻ. വാഗ്ദത്തം നിന്റെ മേലുണ്ടോ? ഹല്ലേലൂയ. നിന്റെ തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തം നീ കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. നീ എന്തിനാ നിരാശപ്പെടുന്നേ? ആമേൻ. നിന്റെ ആയുസ്സിന്റെ മധ്യത്തിൽ നിന്നെ ഇല്ലാതാക്കുവാൻ രോഗം ഇട്ട് ആമേൻ കഷ്ടം ആമേൻ വരുത്തി ആമേൻ നിന്റെ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ച് നിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച് നിന്റെ സ്വസ്ഥതയെ കെടുത്തി ആമേൻ ഇനി എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ച് ഉറക്കത്തെ കെടുത്തി നിന്നെ ഒരു മൂലയിൽ ഒതുക്കുവാൻ നാളിതുവരെ പ്രബലപ്പെട്ട് നിനക്കെതിരെ ആമേൻ അത് പ്രതിയോഗിയായ പിശാച് കൊണ്ടുവരുന്ന സകല പ്രതിബദ്ധതകളെയും അതിജീവിച്ച് ഒരു ജയാളിയായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ അതേ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ മേൽ വെളിപ്പെടുത്തി നിന്നെ ഒരു ജയാളിയാക്കി മുമ്പോട്ട് നയിപ്പാൻ ദൈവം ശക്തനെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. നിന്നോടുള്ള വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ദാവീദിനോടുള്ള ദൈവിക വാഗ്ദത്തം. ഹല്ലേലൂയ. വിളി നിന്റെ മേൽ ഉണ്ടെങ്കിൽ പ്രതിയോഗിയായ പിശാച് എന്ത് ചെയ്യത്തില്ല? അടങ്ങിയിരിക്കത്തില്ല. ആമേൻ. നിന്റെ വിളിയുടെ വലുപ്പം വലുതാണെങ്കിൽ നിന്നോടുള്ള പിശാചിന്റെ പോരാട്ടവും വലുതാണ്. ഹല്ലേലൂയ. നീ വിശുദ്ധിക്ക് വേണ്ടി അതേ നിൽക്കുവാൻ ദൈവം നിന്നെ മുൻകണ്ടിരിക്കുകയാൽ നിന്നെ അശുദ്ധിയിലേക്ക് നയിക്കുവാൻ നിന്നിലും ശക്തരായ പിശാച് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ആമേൻ പിശാചിന്റെ തലയെ തകർക്കുവാൻ ശക്തരായവൻ അതേ നിന്റെ അകത്ത് വസിച്ച് നീ ഒരിക്കലും പരാജയപ്പെടാതെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സമയാസമയങ്ങളിൽ ദിട്ടിവെച്ച ആലോചന പറഞ്ഞു തരുന്ന ആലോചനയിൽ വലിയവനായിരിക്കുന്ന ദൈവം ഇന്ന് രാത്രി അതേ നിന്നോട് വീണ്ടും ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും അവന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം എന്ത് ചെയ്യും? നിലനിർത്തും. ഹല്ലേലൂയ. ദൈവം നിലനിർത്തുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഹല്ലേലൂയ. ചിലര് എന്റെ ജോലി നഷ്ടപ്പെടുമോ, എന്റെ ജീവിതം പോയി പോകുമോ, എന്റെ വരുമാനം നിന്നു പോകുമോ എന്നൊക്കെ ചിന്തിച്ച് ലോകമനുഷ്യനെ പോലെ എന്ത് ചെയ്യാണ്? ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ. നീ നിൽക്കുന്ന ഭൂമി മാറിപ്പോയാലും ഹല്ലേലൂയ നീ പേടിക്കേണ്ട കാര്യമില്ല. ആമേൻ. നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവിൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ ചെവി ഒന്ന് ചായ്ച്ച് ആമേൻ ഒന്ന് ദൈവത്തിന്റെ അടുക്കൽ വന്ന് ആമേൻ ആ വചനം ഒന്ന് കേൾക്കാമെങ്കിൽ ഹല്ലേലൂയ ഈ വചനം ജീവനുള്ളതാ. ഹല്ലേലൂയ. ജീവൻ ചൈതന്യമുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന സൃഷ്ടിക്കുവാൻ കഴിയുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ നിരാശ മാറി ആമേൻ നിന്റെ ദുഃഖം മാറി അതേ നീ ബലം ഏറ്റെടുത്ത് സമാധാനത്തോടെ അതേ കിടന്നുറങ്ങുവാൻ കഴിയത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അത് വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളു. ഹല്ലേലൂയ. ജീവൻ പോയി പോകുമോ, നഷ്ടപ്പെട്ടു പോകുമോ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, എന്റെ ബിസിനസ് എന്താകും, എന്റെ തുടങ്ങി വെച്ച പല സംരംഭങ്ങളും എന്തായി തീരും? ഹല്ലേലൂയ. സഹോദരങ്ങളെ, കർത്താവ് ഇന്ന് വന്നാൽ പ്രത്യാശയുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. കർത്താവ് ഇന്ന് വന്നാൽ നിന്റെ ബാക്കി പരിപാടിയൊക്കെ എന്താകും? ഹല്ലേലൂയ. ഇതൊക്കെ കളഞ്ഞിട്ട് പോകേണ്ടവരല്ലേ? പിന്നെ എന്തിനാ നാളെയെ കുറിച്ച് ഓർത്ത് ആമേൻ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നേ? ആമേൻ. നാളെ എന്നൊരു ദിവസം ദൈവം അത് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി നന്നായി ചെയ്യുന്ന ദൈവം, നല്ലൊരു അപ്പൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവുള്ളവർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയും. ഹല്ലേലൂയ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ആഗ്രഹം. ആമേൻ. ആഗ്രഹമില്ലാത്ത ആരെ ഇവിടെ ഉള്ളേ?
ഹല്ലേലൂയ. ആമേൻ. എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? കുഞ്ഞുങ്ങളെ കുറിച്ച് നല്ല ആഗ്രഹമാണ്, ഭാര്യയെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, ആമേൻ, ബിസിനസിനെ കുറിച്ച്, ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ കുറിച്ച് ആഗ്രഹമില്ലാത്ത ആരാ ഇവിടെ? ആമേൻ. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അവൻ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ആര്? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാം ദൈവം. ഹല്ലേലൂയ. ആകാശം ഭൂമിയും മാറിപ്പോയാലും മാറാത്ത തിരുവചനം. അതെ, ആ സങ്കീർത്തനം 37:4 അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഒരു ഭക്തനാണെങ്കിൽ, നീ ഒരു നീതിമാനാണെങ്കിൽ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്ന ഒരു നല്ല ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഇന്നേക്ക് 21 വർഷങ്ങൾക്കപ്പുറം ഈ ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനയിൽ ജനിച്ച യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകുവാൻ ഇടയാകത്തില്ല. ഹല്ലേലൂയ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, സ്നാനപ്പെട്ട ദൈവവൈതലേ, ദൈവസഭയുടെ അംഗമായി വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ന് രാത്രി നിന്നോടായി ദൈവം പറയുന്നു, അവൻ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നിനക്ക് നൽകി തരും. ഹല്ലേലൂയ. ഒരു പക്ഷേ ഭർത്താവ് സാധിപ്പിക്കുന്നു ചിന്തിക്കുന്നവരുണ്ട്, ഭാര്യ സാധിപ്പിക്കുന്നു ചിന്തിക്കുന്നവരുണ്ട്, മക്കൾ സാധിപ്പിക്കുന്നു ചിന്തിക്കുന്നവരുണ്ട്. നല്ലതാ. പക്ഷേ നിന്റെ ഹൃദയത്തിലെ ആമേൻ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും സഫലീകരിക്കുന്നത് ദൈവമാണെന്ന് പറയാൻ കാരണം, നിന്റെ തലമുറയ്ക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നിന്റെ ആഗ്രഹം അവർക്ക് സാധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ ഭർത്താവിന് ആരോഗ്യവും സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അത് നിറവേറ്റി തരുവാൻ സാധിക്കത്തുള്ളൂ. നിന്റെ ഭാര്യയ്ക്ക് അത് ചെയ്തു തരുവാൻ സാധിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. ദൈവം അനുവദിക്കാതെ ആരുടെയും ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടത്തില്ല. ഹല്ലേലൂയ. ദാവീദ് രാജാവ് തന്റെ സഹോദരന്മാരിൽ ഏറ്റവും ചെറിയവനാണെങ്കിലും ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ കണ്ടെത്തി തന്റെ രക്ഷയായിരിക്കാനും എപ്പോഴും സിംഹാസനത്തിൽ ഇരിക്കാൻ ആരെയെങ്കിലും ഹല്ലേലൂയ ഉണ്ടായിരിക്കുവാനും ദൈവം അവനുമായി ഒരു നിത്യ ഉടമ്പടി എന്ത് ചെയ്തു. ഹല്ലേലൂയ. ദാവീദിന്റെ തലമുറയിൽ നിന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവൻ ഇല്ലാതെ ഇരിക്കത്തില്ല. എന്നാൽ ദാവീദിന്റെ മുൻകാല ചരിത്രം നോക്കിയാൽ ദാവീദിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമയായ ആരെയും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അവന് തഴക്കവും പഴക്കവും ഒന്നും പറയാനില്ല. അവന്റെ അപ്പൂപ്പന്മാരാരും രാജകീയ സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിനക്ക് തഴക്കവും പഴക്കവും പാരമ്പര്യം ഒന്നും പറയാനില്ലെങ്കിലും നിന്നിലൂടെ ഒരു ചരിത്രം സൃഷ്ടിക്കുവാൻ ദൈവത്തിന് പ്ലാനും പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഈ മീഡിയയിലൂടെ, ഈ ലൈവിലൂടെ ഈ സന്ദേശം കേൾക്കുവാൻ ദൈവം അവസരം ഒരുക്കിയിരിക്കുന്നത്. ദേശത്ത് രാജകീയ സിംഹാസനത്തിൽ ഇരുന്ന ചരിത്രം ദാവീദിന്റെ കുടുംബത്തിൽ മറ്റാർക്കുമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, കൂടപ്പറപ്പേ, മറ്റാർക്കുമില്ലാത്ത ഒരു അനുഭവം ദൈവം നിനക്ക് നൽകി. ദേശത്ത് മറ്റാരിലൂടെയും വെളിപ്പെടുത്താത്ത ദൈവിക പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം മുൻകണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്കില്ലാത്ത ചില അനുഭവങ്ങൾ, അവർക്കില്ലാത്ത ഒരു അനുഭവം നിനക്കുണ്ടാകുവാൻ, ചില അനുഭവത്തിലൂടെ ദൈവം നിന്നെ കടത്തിവിടുമ്പോൾ അവിടെ തകർന്നു പോകും, അവിടെ നശിച്ചു പോകുമെന്ന് ചിന്തിച്ചൊതുങ്ങിപ്പോകേണ്ട കാര്യമില്ല. കാരണം നിന്റെ മേൽ ഒരു കൃപയുണ്ട്, നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്, നിന്നിലൂടെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദേശം കാണത്തക്ക വിധത്തിൽ നിന്നെ ഉയർത്തി മാനിക്കുവാൻ ശക്തനായ ദൈവം കൂടെയുണ്ടെന്ന് തിരിച്ചറിയുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് രാത്രി മൗനമായി ഇരിക്കാതെ അതരങ്ങളെ തുറന്ന് കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ കൂടുതൽ ശാശ്വതമായ ഉടമ്പടി നിറവേറ്റുന്നതിനായി നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു ഹല്ലേലൂയ ദാവീദിന്റെ ആ രാജകീയ വംശ പാരമ്പര്യത്തിലൂടെ ഈ ഭൂമിയിലേക്ക് ജനിക്കുവാൻ ദൈവ അവസരം ഒരുക്കി. ഹല്ലേലൂയ. നോക്കിക്കേ, ദാവീദിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിറവേറലായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സംഭവിപ്പാനിടയായി തീർന്നത്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത്, അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്തു, വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു,
വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. ഹല്ലേലൂയ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതിയതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ ശരീരം, ആമേൻ, കർത്താവായ യേശു ക്രിസ്തു, ആമേൻ, തന്റെ കൂടെയായിരിക്കുന്ന ശിഷ്യന്മാരുടെ മധ്യേ ഇരുന്ന് ഈ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ കുറിച്ച് പറയുക. അപ്പം യേശുവിന്റെ ശരീരമായി തീരുമെന്നല്ല അവൻ അർത്ഥമാക്കിയത്. അത് തികച്ചും അസാധ്യമായിരുന്നു. കാരണം അവൻ ജീവനോടെ തന്നെ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നുവല്ലോ. ആമേൻ. അപ്പം അവന്റെ ശരീരത്തിന്റെ ഒരു പ്രതീകമാണെന്നായിരുന്നു അവൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ, ആമേൻ, ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു അവരോട് പറഞ്ഞത് കുറിച്ചുള്ള ആമേൻ ആ ആഴങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, ആമേൻ, എന്റെ ഈ ശരീരം അത് നിങ്ങൾക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി തകർക്കപ്പെടുകയാണ്. ദൈവത്തിൽ നകന്നുപോയ മാനവരാശിയെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്നെ കുറിച്ചുള്ള തിരുവചനത്തിന്റെ നിവൃത്തിയാണ് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഇനി നിറവേറാനായിട്ട് പോകുന്നത്. നിങ്ങൾ അവിശ്വസിച്ച് അതെ പിന്മാറിപ്പോകാതെ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അവൻ സംഭവിക്കുന്നത് കാണുമ്പോൾ നിലവിളിച്ചോടിപ്പോകാതെ ഇതെന്നെ കുറിച്ചുള്ള ദൈവവചനത്തിന്റെ നിവൃത്തിയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി ഭയത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ സമർപ്പിക്കപ്പെടേണ്ടതിന്, ഹല്ലേലൂയ, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ ഈ ആമേൻ ശുശ്രൂഷയിലൂടെ ആമേൻ അവരുമായിരുന്ന് ആമേൻ അപ്പവീഞ്ഞുകൾ ആമേൻ പങ്കിട്ട് കൊടുക്കുമ്പോൾ ആമേൻ അത് നിത്യജീവന് വേണ്ടി, നിത്യത നഷ്ടപ്പെട്ട ആത്മീയ മരണം സംഭവിച്ച മാനവരാശിക്ക് ആത്മീയ ജീവൻ ഉണ്ടാകേണ്ടതിന്, നിത്യജീവിതം ആമേൻ നിത്യതയിൽ അവർക്ക് ലഭിക്കേണ്ടതിനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തന്റെ രക്തം മറുവിലയായി കൊടുത്ത മാനവരാശിയെ ആമേൻ ദൈവ മക്കളാക്കി മാറ്റുവാൻ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയുടെ ആഴം എന്താണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം, ആ ദൃഢമായ ബന്ധം എന്താണെന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. ചിതറിപ്പോയ ആമേൻ തകർന്നു കിടക്കുന്ന മാനവരാശിയെ ആമേൻ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് ആമേൻ തിരിച്ചു കൊണ്ടുവരുവാൻ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതൽ അതിന്റെ ആഴങ്ങൾ, അതിന്റെ മർമ്മങ്ങൾ ഗ്രഹിച്ചു വേണം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. ആമേൻ. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യ ബന്ധം, ഹല്ലേലൂയ, അതിന്റെ ദൃഢത, അതിന്റെ ആഴം എന്താണെന്ന് അവര് പറഞ്ഞ് മനസ്സിലാക്കി ആമേൻ ആ ശുശ്രൂഷയിലൂടെ ആ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ദൃഢതയെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഹല്ലേലൂയ. അവന്റെ ശരീരം അത് ക്രൂശിക്കപ്പെടുവാനുള്ളതായിരുന്നു. ഈ സംഭവത്തിന്റെ അനന്തരഫലം, ആമേൻ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് താൻ നിത്യജീവനും ആത്മീയ അതേ ഭക്ഷണവുമായിരിക്കുമെന്നതായിരുന്നു. ഹല്ലേലൂയ. അക്ഷരികമായി തന്റെ ശരീരം ഭക്ഷിക്കുന്നത് കൊണ്ട് ആർക്കും ആത്മീയ ജീവനും ഭക്ഷണവും ലഭിക്കുന്നില്ല. ഹല്ലേലൂയ. അതേ വേദപുസ്തകത്തിൽ മുഴുവൻ ആമേൻ അതെ പ്രതീകാത്മവും ആമേൻ അതെ ആ പ്രതീകാത്മവും അലങ്കാരികവുമായ
വ്യത്യസ്തമായ ആമേൻ ഭാഷാ പ്രയോഗങ്ങളിലൂടെ അനേക കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ടല്ലോ. അത് നാം മനസ്സിലാക്കിയിരിക്കണം. ആമേൻ. അല്ലെങ്കിൽ നാം വേദപുസ്തകത്തിലെ സത്യങ്ങളെ തെറ്റായി മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദുർവ്യാഖ്യാനം ചെയ്ത് അനേകരെ ഇന്ന് തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ ആഴങ്ങളെ മനസ്സിലാക്കിപ്പിച്ച് ആമേൻ അത് ശരിയായ നിലയിൽ വ്യാഖ്യാനിച്ച് ദൈവനാമത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ നശിച്ചു പോകാതിരിക്കുവാൻ അത് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തിരുവചനത്തിന്റെ ആഴങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ആ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവവചനപ്രകാരം ജീവിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ എത്രയും വേഗത്തേരിൽ വരുവാൻ പോകുന്ന കർത്താവിന്റെ വരവിന് വേണ്ടി തങ്ങളെ തന്നെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. അതുകൊണ്ട് ആമേൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു അവരോട് പറഞ്ഞത് ഇങ്ങനെയാ: ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. പരിമിതിയുള്ള ലോകത്ത് ആമേൻ പ്രശ്നങ്ങളുടെ നടുവില് പരിഹരിക്കപ്പെടുവാൻ കഴിയാതെ വരുമ്പോൾ ആത്മഹത്യയെ ഇനി എന്റെ മുമ്പിലുള്ളൂ എന്ന് പറഞ്ഞ് സ്വയം ഒതുങ്ങി തീരുവാനല്ല മാനവരാശിക്ക് ദൈവം രക്ഷയുടെ പദ്ധതിയെ വെളിപ്പെടുത്തിയത്. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, രോഗം ദുഃഖം പേറി കഴിയുന്നവർ, ഇന്ന് രാത്രി അവന്റെ അടിപ്പിണരുകളെ സൗഖ്യം വന്നിരിക്കുകയാ. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ ഉലകത്തിൽ പിതാവായ ദൈവം വെളിപ്പെടുത്തിയ ഏക നാമമത്രേ യേശു എന്ന നാമം. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. ഹല്ലേലൂയ. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ പ്രിയം വെച്ച് നിദ്രയിലാപ്പെട്ടവര് ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഹല്ലേലൂയ. എന്റെ മാംസം ആമേൻ തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പോ ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധം ഹല്ലേലൂയ ദൃഢമാകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ആമേൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. അത് ആമേൻ കർത്താവായ യേശു ക്രിസ്തു അവർ കൂടിയിരുന്ന സമയത്ത് സ്തോത്രം ചൊല്ലി, പിന്നെ പാനപാത്രം എടുത്ത് ആ സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പി. അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി കൊടുത്തതുപോലെ തന്നെ ആ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി എന്ത് ചെയ്തു? അവർക്ക് കുടിപ്പാൻ. ഹല്ലേലൂയ. പിന്നെ ആമേൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ പുരുഷാരത്തെ ആമേൻ വഴിയിൽ ആമേൻ കുഴഞ്ഞു വീണു പോകാതിരിക്കാൻ അവർക്ക് ആഹാരം കൊടുക്കുവാനുള്ള ഒരു ക്രമീകരണം ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും എന്ത് ചെയ്തു? കൊടുത്തു. ഹല്ലേലൂയ. നോക്കുക, ആമേൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ ആമേൻ പുരുഷാരത്തിന് അവരുടെ ആ വിശപ്പ് മാറുവോളം തൃപ്തിയാകുവോളം ആമേൻ അപ്പത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ ആമേൻ ഭൗതികമായ അവരുടെ വിശപ്പ് മാറ്റുവാൻ ദൈവം ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പൊ ആത്മീയമായ കാര്യം മാത്രമല്ല, മനുഷ്യന്റെ ഭൗതിക കാര്യത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിന് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ആത്മീയ കാര്യം മാത്രമല്ല, നിന്റെ ഭൗതിക കാര്യത്തെക്കുറിച്ചും ഉത്തരവാദിത്വമുള്ളവനാണ് സർവശക്തനായ ദൈവം. ആമേൻ. മാനവരാശിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു
നിത്യതയ്ക്ക് വേണ്ടി അതെ അവന്റെ ശബ്ദം കേട്ട് അവന്റെ വചനം കേട്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട 5000-ൽ പരം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവരുടെ മക്കളുടെയും അതെ വിശപ്പ് മനസ്സിലാക്കി ഹല്ലേലൂയ അവരുടെ ഭൗതിക ആധാരത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങള് ദൈവം തന്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ വേദഭാഗമാണല്ലോ നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ കൃപയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന വാത്സല്യ ശ്രോതാവേ, മാതാവേ, പിതാവേ, അഭിഷക്തനെ, നിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടുന്ന നന്മകളെ നിനക്ക് യഥാസമയം നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അതെ, സാരഫാത്തിലെ വിധവയെ മാത്രമല്ല, ഇന്ന് രാത്രി നിന്റെയും ആ സാമ്പത്തിക മേഖലകൾക്ക് ഒരു വിശാലതയെ നൽകുവാൻ ദൈവം ശക്തനാണ്. ഞെരുക്കത്തിൽ യഹോവയോട് നിലവിളിച്ചപ്പോൾ വിശാലത വരുത്തിയ ദൈവം അതെ ഹാഗറിന് വേണ്ടി, ആമേൻ, അതെ ഇസ്മായിലിന് വേണ്ടി ആ ബേർശബയില് നീരുറവയെ തുറന്ന ദൈവം, ആമേൻ, അവരുടെ കയ്യിലുള്ള വെള്ളവും തീർന്ന്, അവരുടെ കയ്യിലിരുന്ന അപ്പവും തീർന്ന്, അവരുടെ ശരീരം അതേ ഇല്ലാതാകുമെന്നുള്ള സമയത്ത് അവർക്ക് വേണ്ടി ദൈവം അതേ കരുതുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അബ്രഹാമും അതേ മകനും മോറിയ മലയിൽ യാഗം കഴിപ്പാനായി ചെന്നപ്പോൾ അവിടെ ദൈവം കരുതിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അങ്ങനെ എത്രയെത്ര വേദഭാഗങ്ങൾ അതേ വായിച്ച് ബലപ്പെടുവാൻ ഉതകത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് സമയാസമയങ്ങളിൽ അതേ എഴുതിയിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി സാമ്പത്തികമായി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ അതെ എങ്ങനെ ഏത് നിലയിൽ അയ്യോ എന്റെ ജോലി വർഷങ്ങളായി മാസങ്ങളായി സ്തംഭിച്ചിരിക്കുന്നു, അതെ ലഭിക്കേണ്ട നന്മ അതെ തടയപ്പെട്ടിരിക്കുന്നു, എങ്ങനെ ഞാനും എന്റെ കുടുംബവും മുമ്പോട്ട് പോകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരോട് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തി മാനിക്കുന്ന ദൈവം. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ഇന്ന് രാത്രി നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന അതേ സത്യവചനം നിന്റെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോ വിടേണ്ടതിനെ വിട്ടുകൊണ്ട് അതേ ദൈവത്തോട് നീ അടുക്കുവാൻ തയ്യാറായ നിന്നെ വിടുവിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, നിന്നെ ഉയർത്തി മാനിപ്പാൻ ദൈവം ശക്തിയുള്ളവർ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കുന്നതിന് തടസ്സമായി നീ വിട്ടിട്ടും നിന്നെ വിടാതെ പിന്തുടരുന്ന പാപ സ്വഭാവത്തിൽ നിന്ന്, പാപശക്തിക്കകത്ത് നിന്ന് ആമേൻ നിന്നെ വിടുവിക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചില മേഖലയ്ക്കകത്ത് നിന്ന് നിന്നെ പുറത്തേക്ക് എടുക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. അതേ സഹോദര, നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ ആമേൻ പാപത്തിലേക്ക് വലിച്ചിഴച്ച് ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചിക ശക്തിക്കകത്ത് നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ അതേ ദാവീദിനെ അഭിഷേകം ചെയ്ത ദൈവം അതേ നാളുകളായി ഇസ്രായേൽ ജനത്തെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന അധാരമാകുന്ന ഗോലിയാത്തിനെ അതേ നിലംപരിചയാക്കുവാൻ ഒരു ദാവീദിനെ അഭിഷേകം ചെയ്ത ദൈവമത്രേ നിന്നെയും വിളിച്ചിരിക്കുന്നത്. അവന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. നീ തിരിച്ചറിഞ്ഞ് അത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മസേനയോടും എതിർത്ത് നിന്ന് ഹല്ലേലൂയ ഒരു ജയാളിയായി മുമ്പോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ ഉയരത്തിൽ ആത്മാവിനെ പകരുവാൻ ദൈവം ശക്തനാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി ഹല്ലേലൂയ അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. ക്രൂശിൽ ഉടനെ ചൊരിയുവാൻ പോകുന്ന യേശു കർത്താവിന്റെ രക്തത്തിന്റെ പ്രതീകമായിരുന്നു പാനപാത്രത്തിലെ വീഞ്ഞ്. ഹല്ലേലൂയ. ആ രക്തച്ചൊരിച്ചിൽ അവനെ സംബന്ധിച്ചിടത്തോളം അതിവേദനയും അത് ദുഃഖവുമായിരുന്നു. ഹല്ലേലൂയ. എങ്കിലും മാനവജാതിയെ രക്ഷിക്കുവാനും ആമേൻ തന്നെ മഹത്വപ്പെടുത്തുവാനും പിതാവായ ദൈവം നിയമിച്ചാക്കിയ മാർഗം ഇതാകുന്നുവെന്ന് അറിയാമായിരുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? സ്തോത്രം ചൊല്ലി. ആമേൻ. ഇന്ന് രാത്രി ഒന്നിനെ കുറിച്ചും ഹല്ലേലൂയ അതെ ചിന്തിച്ച് സമയം നഷ്ടമാക്കാതെ ആമേൻ അതെ സ്തോത്രം ചൊല്ലി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയണമെങ്കിൽ ഇതെന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. ആ രക്തച്ചൊരിച്ചിൽ അവനെ സംബന്ധിച്ചിടത്തോളം അതിവേദനയും ദുഃഖമായിരുന്നെങ്കിലും ആമേൻ അത് മാനവജാതിയുടെ രക്ഷയ്ക്കും ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിനും ഹല്ലേലൂയ പിതാവായ ദൈവം നിയമിച്ചാക്കിയ മാർഗം ആകുന്നുവെന്ന് തിരിച്ചറിഞ്ഞിരുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്തു?
സ്തോത്രം ചൊല്ലി. ഹല്ലേലൂയ. ആമേൻ. അവർ കുടിച്ചപ്പോൾ ആ വീഞ്ഞ് അക്ഷരികമായി അവന്റെ രക്തമായി തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ രക്തം അപ്പോഴും അവന്റെ സിരകളിൽ കൂടി ആമേൻ ഒഴുകുന്നുണ്ടായിരുന്നു. നിങ്ങൾ ലൈവായിട്ടൊന്ന് ചിന്തിച്ചേ. ആമേൻ. അതെ, ഞാൻ യേശുവായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ആമേൻ. എന്റെ കയ്യിലിരിക്കുന്ന പാനപാത്രം നിങ്ങളുടെ കയ്യിലേക്ക് എടുത്ത് അത് തന്നിട്ട് ഹല്ലേലൂയ നിങ്ങൾ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അത് കുടിച്ചത് കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഹല്ലേലൂയ എന്ന് ആമേൻ അവർക്ക് തോന്നി. ഹല്ലേലൂയ. എന്നാൽ പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് ഭൗതികമായതൊന്നുമല്ല ആമേൻ മനുഷ്യന് ആവശ്യം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യനിൽ ആത്മീയ ജീവനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ അക്ഷരികമായി ആമേൻ അവരുടെ അകത്ത് ഒരു മാറ്റം സംഭവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ യേശു കർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ആമേൻ അവർ പാനം ചെയ്ത ആ വീഞ്ഞ് അവരുടെ അകത്ത് ഒരു മാറ്റം വരുത്തുവാൻ തക്കവണ്ണം ഇടയാക്കി. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. വീഞ്ഞ് മേടിച്ച് കുടിച്ചത് കൊണ്ട് ആമേൻ മാറ്റം വരണമെന്നില്ല. എന്നാൽ ആ വീഞ്ഞ് എന്തിനു വേണ്ടി കുടിക്കുന്നു? അവൻ ക്രൂശിൽ അത് ചൊരിഞ്ഞ രക്തം. ഹല്ലേലൂയ. ക്രൂശിന്മേ കാണുന്ന ദാരിദ്ര്യ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നതെന്ന് ഉള്ള ആ സത്യം ഉൾക്കൊണ്ട് വേണം ഹല്ലേലൂയ ആ പാനപാത്രത്തിൽ നിന്ന് എന്ത് ചെയ്യുവാൻ, പാനം ചെയ്യുവാൻ, ആ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാൻ. ഹല്ലേലൂയ. ആ കർത്താവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ എന്ത് ചെയ്തു, അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ജനിച്ചവര് രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ ജനിക്കുവാൻ ഇടയായി തീർന്നവർ, അങ്ങനെ ജനിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. അത് പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ദൈവരാജ്യം ഉണ്ട് കേട്ടോ. ആ രാജ്യം കാണണമെങ്കിൽ അത് വീണ്ടും ജനിക്കണം, പുതുതായി ജനിക്കണം. രാത്രിയിൽ അവനെ കാണുവാൻ വന്ന നിക്കോദോമസിനോട് പറഞ്ഞതാ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എടുത്ത് വായിക്കണം. നിക്കോദോമസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതോ അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിനേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു പള്ളിയിൽ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ടോ, ഏതെങ്കിലും ഒരു ശ്മശാനത്തിൽ കല്ലറ ആമേൻ ബുക്ക് ചെയ്ത് ഇട്ടത് കൊണ്ടോ, ഹല്ലേലൂയ ആമേൻ ഏതെങ്കിലും പള്ളി പണിയിപ്പിച്ചത് കൊണ്ടോ സ്വർഗ്ഗത്തിലേക്ക് പോകാനൊക്കത്തില്ല. ഹല്ലേലൂയ ആമേൻ. സ്വർഗ്ഗത്തിലേക്ക് നിനക്ക് പോകണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ ആമേൻ. അതിന് പുതിയ ജനിക്കണം. ഹല്ലേലൂയ ആമേൻ. അതിനെ യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആമേൻ. നിങ്ങൾ പുതിയതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയിൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ ആശ്രയിക്കുകയും നമ്മുടെ പാപങ്ങൾ നീക്കുവാനാണ് അവന്റെ രക്തം ചൊരിഞ്ഞതെന്നും വിശ്വസിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഇത് സാധ്യമാകുന്നത്. ആമേൻ. ഇതല്ലാതെ മറ്റൊരു മാർഗം, ഇതല്ലാതെ മറ്റൊരു വഴി ഇല്ലേ ഇല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം,
നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം. വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവ ക്രോധം അവന്റെ മേൽ വരികയേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനമാകുന്നു. ഹല്ലേലൂയ. ഈ വചനം കേട്ട് അവൻ ഈ വചനപ്രകാരം വീണ്ടും ജനിക്കാത്തവർക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹിത, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നെ വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ആമേൻ വളർത്തപ്പെട്ട് നാടെങ്ങും നന്മ ചെയ്ത് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗേ അത് ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അത്രേ സുവിശേഷം. ഹല്ലേലൂയ. ആമേൻ. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പാപിയായി ജനിച്ച് പാപിയായി മരിച്ച് അതേ പാപിക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യദണ്ഡനത്തിൽ നിത്യനാശത്തിൽ നീ അവസാനിക്കാതെ പാപിയെ അതേ സ്നേഹിച്ച് പാപത്തെ വെറുത്ത് അതേ നിത്യജീവൻ അവകാശിയാക്കുവാൻ നിത്യജീവനെ നൽകുവാൻ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നിത്യജീവന് നീ അവകാശിയാകും. ഹല്ലേലൂയ. അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ അതേ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ. അതുകൊണ്ട് ആത്മാക്കളെ നേടുവാൻ, ആത്മാക്കളെ ആദായപ്പെടുത്തുവാൻ ആമേൻ ഒരു ദൈവവൈതലിനെ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. ഈ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് ശിഷ്ടായുസ് ആമേൻ ആത്മാക്കളെ നേടുവാൻ സമർപ്പിക്കപ്പെട്ട അഭിഷക്തന്മാരെ ലോകാവസാനത്തോളം അവരോട് കൂടിയിരിക്കാമെന്ന കർത്താവ് പറഞ്ഞത്. ഇന്ന് രാത്രി സമർപ്പണമുള്ള നീ ഒറ്റയ്ക്കല്ല. ഈ കഷ്ടതയ്ക്കകത്ത്, ഈ വേദനയ്ക്കകത്ത്, ഈ പ്രതികൂലത്തിനകത്ത് നീ തകർന്നു പോകാതിരിക്കുവാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടിയിരിക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അവൻ ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തക്കവണ്ണം. ഹല്ലേലൂയ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർപ്പാൻ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാണ്. വ്യർത്ഥവും ആമേൻ പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വലിയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ അതെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇവിടുത്തെ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ ഇവിടുത്തെ മറ്റെന്തെങ്കിലും ആമേൻ അതെ ക്രമീകരണങ്ങളെ കൊണ്ടല്ല ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അനേകർ യേശു കർത്താവിനെ ആമേൻ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ അനേകർ എന്ന് എഴുതിയിരിക്കുന്നത്. ആമേൻ. നാം വായിച്ച ആമേൻ തിരുവചനത്തിൽ 26-28 അനേകർക്ക് വേണ്ടി ചൊരിയുന്ന ആമേൻ രക്തം.
ഹല്ലേലൂയ. ആമേൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ അതെ നിങ്ങളോടുകൂടെ പുതിയതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടിയാണ് അവൻ മരിച്ചത്. ആമേൻ. പക്ഷെ അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവന്റെ മരണം കൊണ്ട് പ്രയോജനമുണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് സ്നേഹിത, ഈ സത്യം നീ ഉൾക്കൊള്ളാത്ത വ്യക്തിയാണെങ്കിൽ, ഈ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടും അതിന് കൊടുക്കേണ്ട വിലയോ അതിന് കൊടുക്കേണ്ട ഗൗരവമോ കൊടുക്കാത്ത വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി നീ അത് തിരിച്ചറിഞ്ഞേ മതിയാകും. ഹല്ലേലൂയ. അതെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഒരു പാപമോചനം ആമേൻ ഇല്ലാതെ കണ്ട് ആമേൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം സ്ഥാപിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആമേൻ ശബത്താണ് വലുത്, ആമേൻ അത് പഴയ നിയമത്തിലെ ആചാര അനുഷ്ഠാനങ്ങളാണ് വലുത് എന്ന് ശാഠ്യം പിടിച്ച് ആയിരിക്കുന്ന അനേക പണ്ഡിതന്മാരിവിടെ ഉണ്ടായിരുന്നു. ഇക്കാലത്തുമുണ്ട്. എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നത് ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകാ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. മനഃപൂർവ്വം ആമേൻ പാപം ചെയ്ത ദൈവം ക്ഷമിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്നവര് വളരെ ആമേൻ അത് സിൻസിയറായി അതെ ദൈവസന്നിധി നിൽക്കേണ്ടിയിരിക്കുന്നു. അതെ നിഷ്കളങ്കതയോടായിരിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ജീവിതം നയിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിനെതിരെ അതെ വ്യാജം പറയുന്നവരോട് ദൈവം ക്ഷമിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായിരിക്കുന്നവരെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചിട്ടുണ്ട്. അവനെ മറച്ച് ഒന്നും ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു പുതിയ നിയമം ദൈവം സ്ഥാപിച്ചിരിക്കുകയാണ്. തന്റെ രക്തത്താൽ യേശു കർത്താവ് സ്ഥാപിച്ചതാണ് ഈ പുതിയ ഉടമ്പടി. ഹല്ലേലൂയ. ഇസ്രായേലിനോടൊപ്പം സീനായി മലയിൽ വെച്ച് ദൈവം സ്ഥാപിച്ച ആ പഴയ ഉടമ്പടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് പുതിയ ഒരു ഉടമ്പടിയാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 19:5-6 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ: ആകയാൽ നിങ്ങൾ എന്റെ വാക്കുകൾ അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. എന്നാൽ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ആമേൻ. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ ആമേൻ വായിക്കുമ്പോൾ നമുക്ക് പുതിയ ഉടമ്പടിയെ കാണുവാൻ കഴിയുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 മുതൽ 34 വരെയും 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6 മുതൽ 18 വരെയും അതെ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ പ്രവൃത്തികളുടെയും ആമേൻ പ്രമാണങ്ങളുമായിരുന്നു പഴയ നിയമം. എന്നാൽ പുതിയ നിയമം കൃപയുടേതാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ യാഗം കഴിച്ചെങ്കിൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ ആടിനെയോ കാളയെയോ പുറംപ്രാവിനെയോ കൊണ്ടുപോയി ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന്റെ കയ്യിൽ കൊടുത്ത് യാഗം കഴിക്കണമായിരുന്നു. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ആമേൻ അതെ ദൈവം പ്രസാദിക്കത്തുള്ളായിരുന്നു. എന്നാൽ പുതിയ നിയമം കൃപയുടേതാണ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ കയറി ചെല്ലുവാൻ അധികാരം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് കൃപാസനത്തിലേക്ക് കയറി ചെന്ന് അതേ യാഗം കഴിക്കുവാൻ എന്ന് പറഞ്ഞ ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും അതിൽ ആമേൻ പാപക്ഷമ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24:46-47, പ്രവൃത്തികളുടെ പുസ്തകം 13:38-39 ഹല്ലേലൂയ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന അനേകരുമായി ഈ നിത്യ നിയമം ഉണ്ടാക്കി. ഹല്ലേലൂയ. അതവന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ഒരു ഉടമ്പടിയായ. ഹല്ലേലൂയ. അതിനാൽ അവനെ കർത്താവും അത് വ്യക്തിഗത രക്ഷകരുമായി സ്വീകരിക്കുന്ന ഏതൊരാളിലും അവൻ വസിക്കും. ഹല്ലേലൂയ.
അവൻ ജീവിക്കും. ഹല്ലേലൂയ. ഈ ഉടമ്പടിയിൽ നിങ്ങൾ ദൈവപുത്രൻ എന്ന നിലയിൽ അവന്റെ ദൈവിക സ്വഭാവത്തിന്റെ പങ്കാളിയായി മാറുകയാണ്. അതിനാൽ യേശുക്രിസ്തുവിന്റെ എല്ലാ പദവികളും ഹല്ലേലൂയ അവന് ഉള്ളതിനെല്ലാം അവകാശികളായി നാം മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ആ വചനം പറയുന്നത് നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ഹല്ലേലൂയ. നിങ്ങളൊരു ദൈവപുത്രനോ അല്ലെങ്കിൽ ദൈവിക മകനോ മകളോ ആയിത്തീരുകയോ യാതൊരു തടസ്സവുമില്ലാതെ, ഹല്ലേലൂയ, യാതൊരു റെക്കമെൻഡേഷനും ഇല്ലാതെ, ഇടനിലക്കാരുമില്ലാതെ ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തേക്ക് കയറി ചെന്ന് ദൈവത്തോട് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്റെ മക്കൾക്ക് നൽകിയിരിക്കുകയാണ്. നിത്യജീവനായ ദൈവം നിങ്ങളുടെ അവകാശമായി തീരുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശ്വാസം, പ്രാർത്ഥന, ആമേൻ, അതെ വിശുദ്ധ, ആമേൻ, അതെ ദൈവവചന, ആമേൻ, അതെ നിമിത്തം ആ വചനം മുഖാന്തരം ഹല്ലേലൂയ ഈ നിത്യജീവൻ ഹല്ലേലൂയ പ്രാപിക്കുവാൻ ഒരു മനുഷ്യന് അതെ സാധിക്കുന്ന ഒരു സന്ദേശമാണ് ആമേൻ കർത്താവിന്റെ ദാസന്മാരിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം ദൈവം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ ഒരു പക്വതയുള്ള കൃത്യ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ആമേൻ നമ്മെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ജീവന്റെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ പകർന്ന് ജയകരമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ ഹല്ലേലൂയ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ഇവിടെ ഇല്ല. അവൻ താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അവൻ പറഞ്ഞ അതേ വചനങ്ങളെല്ലാം നിറവേറി അവനിൽ വിശ്വസിച്ച് ഒടുവിൽ അവൻ ക്രൂശിൽ യാഗമായി തീർന്ന് അവനെ അടക്കം ചെയ്ത കല്ലറ കാണുവാൻ ചെന്ന സഹോദരിമാരോട് ആമേൻ അതെ അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സന്ദേശം ഭയപ്പെട്ട് വാതിലടച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് പോയി പറയുവാൻ സഹോദരിമാരെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, ലോകത്തോട് ഈ സന്ദേശം പറയുവാൻ ദൈവം നിങ്ങളെ ഫലമേൽപ്പിക്കുകയാണ്. ചില സഹോദരിമാർ യേശുവിന്റെ നാമത്തിൽ ശക്തി പ്രാപിച്ച് അതേ ബലം പ്രാപിച്ച് ലോകത്തിന്റെ അറ്റത്തോളം ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാ. അനേക യൗവനക്കാരികളെ, അനേക കുഞ്ഞുങ്ങളെ ദൈവം അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, ആമേൻ, മാതാക്കളെ, അതേ കുഞ്ഞുങ്ങളെ, ഈ അന്ത്യകാലത്ത് ദെബോരയെ പോലെ നിങ്ങളെ എഴുന്നേൽപ്പിച്ച് ആമേൻ അനേകരുടെ പ്രശ്നങ്ങള് ക്രിസ്തുവിലൂടെ പരിഹരിക്കത്തക്ക വിധത്തിൽ ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷയുമായി ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് അയച്ച് ദൈവപുത്രനായ യേശു ക്രിസ്തു ജീവിക്കുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്ന അഭിഷേകങ്ങളെ നിങ്ങൾ ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഹല്ലേലൂയ. ആമേൻ. അതെ തീർന്നു എന്ന് ആമേൻ അതെ മുദ്ര കുത്തിയെടുത്ത് നിന്ന് ഒരു ഉയർപ്പ് ആമേൻ പിതാവായ ദൈവം തന്റെ പുത്രന് നൽകി ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ ആ ചൂരച്ചെടിയുടെ തണലിൽ മതി എന്ന് പറഞ്ഞിരുന്ന ആമേൻ ഏലിയാവിനെ ശക്തീകരിച്ച് ആമേൻ ഉപയോഗിച്ചതുപോലെ ആമേൻ ഇന്ന് രാത്രി ആമേൻ ചില അഭിഷക്തന്മാരെ ദൈവം ശക്തീകരിച്ച് എഴുന്നേൽപ്പിച്ച് അയച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന സമയമാണ് ജീവിതത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന അഭിഷക്തന്മാർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. യേശു മരണത്തെ എന്നേക്കും നീക്കിക്കളയേണ്ടതിന് അടിസ്ഥാനമിട്ട് 1 കൊരിന്ത്യർ 15:26 മാത്രമല്ല
വിശ്വസിക്കുന്നവർക്ക് നിത്യജീവന്റെ വഴി തുറന്നു വെക്കുകയും ചെയ്തു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു ഡോർ പിതാവായ ദൈവം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ. യേശു ഒരു വഴി തുറന്നാൽ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ അത് തുറക്കുവാൻ ആർക്കും കഴിയത്തില്ല. ആരും അടയ്ക്കാതെ കണ്ട് തുറക്കുന്നവൻ ഇന്ന് രാത്രി ചില വ്യക്തികളുടെ മുമ്പിൽ ചില ഓപ്പണുകൾ നടത്തുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? അതെ, ജോലി മേഖലയിൽ, അതെ, ശിഷ്ടായുസ് ഈ ഭൂമിയിൽ നീ ആയിരിക്കുമ്പോൾ നീ ആദ്യവും നീതിയും രാജ്യവും അന്വേഷിപ്പാൻ സമർപ്പിക്കപ്പെടുന്നത് കൊണ്ട് നിനക്ക് വേണ്ടി ഈ ലോകത്തിൽ ചില ഓപ്പണുകൾ ഇന്ന് രാത്രി ചെയ്യുവാൻ ദൈവശക്തനെന്ന് ആത്മാവ് ദൂത് പറയുമ്പോൾ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതല്ല യഥാസമയങ്ങളിൽ നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. മുമ്പിൽ ശത്രു കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്ന വാതിലുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഓപ്പണായി വരട്ടെ. ഹല്ലേലൂയ. ആര് അതെ എനിക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റി വെക്കും എന്ന് ചിന്തിച്ചിറങ്ങി തിരിച്ച സഹോദരിമാര് എത്തിയപ്പോ അവർക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി ആ കല്ല് ഉരുട്ടി മാറ്റിയതുപോലെ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്നതിന് ഉരുട്ടി മാറ്റുവാൻ അത് സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി അത് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കര ചില കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ, ചില വ്യക്തികളോടുള്ള ബന്ധത്തിൽ അത് വെളിപ്പെടുന്ന രാത്രിയാ. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ എത്ര പേർ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. ന്യായപ്രമാണം അതേ മോശ മുഖാന്തരം ലഭിച്ചു. ഹല്ലേലൂയ. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. അതേ സഹോദര, അതേ കൃപ, ഹല്ലേലൂയ, നോഹയ്ക്ക് ലഭിച്ച കൃപ, അതേ ആമേൻ, അതെ, ഹല്ലേലൂയ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലേക്ക് ലഭിച്ച കൃപ, മറിയയ്ക്ക് ലഭിച്ച കൃപ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാത്രി അതെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട ദൈവപൈതലെ കൃപാവരങ്ങളാൽ ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകർന്നുകൊണ്ട് ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ ഇവിടങ്ങളാൽ അനേക വിശ്വസ്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമായത്. ഇന്ന് രാത്രി വിശ്വസ്തനെണ്ണി ഈ വേലയുടെ മുഖത്തായിരിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി അതെ നിന്റെ മേൽ ദൈവം പകരുന്ന രാത്രി, നിന്റെ മേൽ അയക്കുന്ന രാത്രി. ഇന്ന് രാത്രി നിങ്ങൾ തയ്യാറെങ്കിൽ ചോദിക്കുന്നതിൽ നിരക്കുന്നതിൽ അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്നവന്റെ ആത്മാവ് ഇന്ന് രാത്രി ഹല്ലേലൂയ. ഓ റിബലവ ശബ്ദരഗരഗസ്യ ഹല്ലേലൂയ. ചിലരുടെ മേൽ ഹല്ലേലൂയ ദർശനത്തിന്റെ ആത്മാവിനെ, വെളിപ്പാടിന്റെ ആത്മാവിനെ, ജ്ഞാനത്തിന്റെ ആത്മാവിനെ, യെസ് ഹല്ലേലൂയ, ഓ ശക്തിയുടെ ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. അതിരുകൾ വിസ്താരമായി, ഞെരുക്കങ്ങൾ നീങ്ങി അനേകരെ ആശ്വസിപ്പിക്കുവാൻ, അനേകരെ കൈപിടിച്ച് നടത്തുവാൻ, അനേകർക്ക് താങ്ങായി തണലായി മാറുവാൻ ഉതകത്തക്ക വിധത്തിൽ ഓ പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ചലിക്കുകയാ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവജനം കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് നാളുകളായി നിലവിളിച്ച് അതേ വീതിപ്പെടുത്തി ഭയത്തിലിരുത്തിയ അന്ധകാരത്തിന്റെ മണ്ഡലത്തോട് പൊരുതി ജയിക്കുവാൻ അല്ല, അതിനെ നിലംപരിധിയാക്കുവാൻ കാട്ടിക്കടന്ന ദാവീദിനെ വീട്ടിൽ വിളിച്ച് അഭിഷേകം ചെയ്ത് ഗോലിയാത്തിന്റെ നേരെ അതെ നിർത്തി അവനെ പരാജയപ്പെടുത്തുവാൻ ശക്തനാക്കി മാറ്റിയ ദൈവം, അവന് വേണ്ടി ഒരുക്കിയ സിംഹാസനത്തിൽ അവൻ രാജാവായി വാഴുവാൻ അനുവദിച്ച ദൈവം, അവന്റെ നിര്യാണ കാലം അടുക്കുന്നത് വരെ അവനെ തകർക്കുവാൻ പദ്ധതിയിട്ട ദുഷ്ട പിശാചിന് വിട്ടുകൊടുക്കാതെ ഓ വാർദ്ധക്യം വരെ ജീവനോടിരിക്കുവാൻ, അവനോടുള്ള വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം ശക്തനായി ഇന്ന് രാത്രി അതെ നിന്നോട് കേൾപ്പിച്ച വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം ശക്തൻ. ആയുസിന്റെ മധ്യത്തിൽ നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ തലമുറയെ ഇല്ലാതാക്കുവാൻ, അടുത്ത തലമുറയെ കാണാതെ ഓ നിന്നെ തകർത്ത് കളയുവാൻ ബന്ധിച്ചിരിക്കുന്ന അന്ധകാര മണ്ഡലത്തിനകത്ത് നിന്ന് നിന്നെ പൂർണ്ണമായി വിടുവിച്ച് ജയത്തോടെ നിന്നെ നടത്തുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവൻ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമത്രേ നീതീകരിക്കപ്പെടുന്നത്. ഇന്ന് രാത്രി ആ ക്രിസ്തുവിൽ ഹല്ലേലൂയ ഒന്ന് മറയാം, ആ ക്രിസ്തുവിൽ ഒന്ന് ആശ്രയിക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല. അവൻ
അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, തന്റെ കരുണ പ്രകാരമത്രേ രക്ഷിച്ചത്. ഹല്ലേലൂയ. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് ആമേൻ പുനർജനന സ്നാനം കൊണ്ടും. ഹല്ലേലൂയ. നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം ആമേൻ നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവനുമായുള്ള നിങ്ങളുടെ ഉടമ്പടി ആസ്വദിക്കുവാൻ തക്കവണ്ണം കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. ആമേൻ. കണ്ണുനീരും ദുഃഖവും പേറി ഒതുങ്ങി കഴിയേണ്ടവരല്ല, ജയത്തോടെ ഹല്ലേലൂയ ജയത്തിന്റെ പാട്ടുകൾ പാടി. ആമേൻ. അതെ, ശൗൽ 1000 കൊന്ന്, ദാവീദോ 10,000 കൊന്നു. ഹല്ലേലൂയ. ആമേൻ. ജയാളിയായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ക്രൂശിൽ എല്ലാം ആമേൻ അതെ ജയോത്സവമായി കൊണ്ടാടിയ കർത്താവ്. ഹല്ലേലൂയ. ജീവന്റെ നായകൻ. ഹല്ലേലൂയ. അവനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നാം ആരംഭിക്കുന്നത് ജയത്തോടുകൂടിയാണ്. ഹല്ലേലൂയ. പരാജയത്തിൽ അല്ല നാം യഥാർത്ഥ ഒരു ദൈവവൈതലായി ജീവിക്കുന്നത്, ഒരു ക്രിസ്ത്യാനിയായി മാറുന്നത് മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ദൈവമക്കൾ പരാജയത്തെ ജയിച്ചവന്റെ കൂടെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കണ്ണുകൾ അടയ്ക്കാം. അവനുമായുള്ള ആ ഉടമ്പടി. ഹല്ലേലൂയ. ആമേൻ. ആമേൻ അതിന് വായിച്ച വേദഭാഗം ആമേൻ 23-ാം അധ്യായം 2 ശമൂവേൽ. ഹല്ലേലൂയ. ആമേൻ 23-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 5-ാം വാക്യമാണ് നാം കുറിവാക്യമായി വായിച്ചത്. ഹല്ലേലൂയ. അതിന്റെ 1 മുതൽ 2 ശമൂവേൽ ആമേൻ അത് 23-ന്റെ 1 മുതൽ ആമേൻ നാം വായിച്ചു കേട്ടല്ലോ ഇന്ന് രാത്രി. ഹല്ലേലൂയ. ആ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഹല്ലേലൂയ. ആമേൻ. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ദാവീദിന്റെ ആമേൻ വാക്യങ്ങളാവിത്. ആമേൻ. അതെ, ഈശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു. ആമേൻ. ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു, യാക്കോബിൻ ദൈവത്താൽ അഭിഷക്തൻ. ഹല്ലേലൂയ. നോക്കുക, യാക്കോബിന്റെ ദൈവത്താൽ അഭിഷക്തൻ ആര്? ആമേൻ. അതെ, ആ ദാവീദ്. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ആമേൻ ഇസ്രായേലിൻ മധുര ഗായകൻ തന്നെ. ഹല്ലേലൂയ. ഇസ്രായേലിനെ ആമേൻ അതെ ആശ്വാസമായി മാറത്തക്ക വിധത്തിൽ പാടുവാൻ കൃപ ലഭിച്ചവനാണ് ദാവീദ്. ഹല്ലേലൂയ. പാടുമ്പോൾ അനേകർക്ക് ആശ്വാസം. ഹല്ലേലൂയ. അനേകർക്ക് അനുഗ്രഹം. ഹല്ലേലൂയ. ഭൂതാത്മാക്കൾ വിട്ടുപോകത്തക്ക വിധത്തിൽ. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ അനേക സംഗീതന്മാരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാ. ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പാടുന്നവരല്ല, ദൈവകൃപയിൽ പാടുന്നവർ. അതേ സഹോദര, നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. നീ പാടുമ്പോൾ ദുരാത്മാക്കൾ വിട്ടുമാറി ആമേൻ പൈശാചിക ബന്ധനങ്ങൾ അതെ തകർന്ന് ആമേൻ ക്രിസ്തുവിൽ സ്വതന്ത്രരായി ആമേൻ ചില വ്യക്തികൾ വിടുവിക്കപ്പെടത്തക്ക വിധത്തിൽ ആമേൻ നിന്നെ ആമേൻ അതെ പാടുവാനുള്ള കൃപ നൽകി നിർത്തിയിരിക്കുന്നത് അനേകരുടെ വിടുതലിന് വേണ്ടിയിട്ടാണ്, അനേകര് നിത്യജീവന അവകാശിയായി മാറുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നോക്കുക, ആമേൻ. അടുത്തത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവന്റെ യഹോവയുടെ ആത്മാവിൽ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ. ഹല്ലേലൂയ. ബുദ്ധി കൊണ്ട് പഠിച്ചതല്ല സഹോദരങ്ങളെ, ആമേൻ കേട്ട് തഴമ്പിച്ചതല്ല. ആമേൻ. ഇന്ന് രാത്രി ആത്മാവിനാൽ എഴുതിയ വചനം അനേകരോട് സംസാരിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിലെ കൃപയാൽ ഇന്ന് രാത്രി ചിലരെ നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ ആമേൻ വചനം പറഞ്ഞെടുത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കണ്ടു. എന്നാൽ ഇടക്കാലം കൊണ്ട് ആമേൻ അതെ മയങ്ങിപ്പോകത്തക്ക വിധത്തിൽ, ഉറങ്ങിപ്പോകത്തക്ക വിധത്തിൽ ദുഷ്ടപിശാച് കളവ് ആമേൻ വിതച്ച് ആമേൻ നിന്നെ അതെ വളരുവാൻ അനുവദിക്കാതെ ആമേൻ നിന്നെ തളർത്തിയ മേഖലകളെ ഇന്ന് രാത്രി അതെ ശുദ്ധീകരിച്ച് നിന്നെ പൂർവാധിക ശക്തിയോടുകൂടെ കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുത്തുവാൻ അനുദപിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിശ്ചയമായി ഉയരത്തിൽ അഭിഷേകം ആത്മാവ് നിന്റെ മേൽ വരികയാണ്. ഹല്ലേലൂയ. നീ ശക്തിയോടുകൂടെ വരും ദിവസങ്ങളിൽ കർത്താവിന്റെ വചനത്തെ നീ വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ അസ്ഥികൂമ്പാരങ്ങൾ സൈന്യമായി എഴുന്നേറ്റതുപോലെ ചില ആത്മാക്കൾ അത് എഴുന്നേറ്റ് വരുവാൻ, ചില പാപികൾ മനം തിരിയുവാൻ, രക്ഷകനായ യേശുവിനെ സ്വീകരിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ ചില അഭിഷക്തന്മാരുടെ മേൽ ഇന്ന് രാത്രി ആത്മാവിന്റെ പകർച്ച വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ, ആമേൻ, അവന്റെ വചനം എന്റെ നാവിന്മേലിരിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവം കൽപ്പിച്ചു. ഹല്ലേലൂയ, ആമേൻ. ഇസ്രായേലിൽ പാറ എന്നോട് അരുളി ചെയ്തു, മനുഷ്യരെ നീതിമാനായി ഭരിക്കുന്നവൻ. ഹല്ലേലൂയ, ആമേൻ. ദൈവഭയത്തോടെ വാഴുന്നവൻ, മേഘമില്ലാത്ത പ്രഭാതകാലത്ത് സൂര്യോദയത്തിങ്കിലെ പ്രകാശത്തിന് തുല്യൻ, മഴയ്ക്ക് പിമ്പ് സൂര്യകാന്തിയാൽ ഭൂമിയിൽ മുളയ്ക്കുന്ന ഇളം പുല്ലിന് തുല്യൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എന്റെ ഗ്രഹം അതുപോലെയല്ലയോ. ഹല്ലേലൂയ. അവൻ എന്നോട് ഒരു ശാശ്വത നിയമം ചെയ്തുവല്ലോ, അതെല്ലാറ്റിലും സ്ഥാപിതവും സ്ഥിരവുമായിരിക്കുന്നു. അവൻ എനിക്ക് സകല രക്ഷയും വാഞ്ചയും തഴപ്പിക്കില്ലയോ. ഹല്ലേലൂയ. ഈ പ്രത്യാശയുള്ള എല്ലാവരും കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചവനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളോടുള്ള നിത്യ ഉടമ്പടിക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ആമേൻ. എന്റെ കർത്താവും ഹല്ലേലൂയ രക്ഷകനും ആയി യേശുവായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം അത് പുലർത്തുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഹല്ലേലൂയ ഇന്ന് രാത്രി ആ ഉടമ്പടിയെ പുതുക്കിക്കൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഹല്ലേലൂയ വ്യക്തി ജീവിതങ്ങളിൽ അത്ഭുതകരമായ ഹല്ലേലൂയ വിടുതൽ ഹല്ലേലൂയ സംഭവിക്കട്ടെ കർത്താവേ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടവരായി ഹല്ലേലൂയ നഷ്ടബോധങ്ങളുമായി ആ രക്ഷയുടെ സന്തോഷത്തെ ഒരിക്കൽ അനുഭവിച്ചിട്ട് അത് അനുഭവിക്കുവാൻ കഴിയാതെ കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് രാത്രി അത് റീസ്റ്റോർ ചെയ്യപ്പെടട്ടെ കർത്താവേ, പുനഃസ്ഥാപിക്കപ്പെടട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആമേൻ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. പൂർവാധികം ശക്തിയോടെ ശുശ്രൂഷയിൽ ആമേൻ ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരട്ടെ കർത്താവേ. അന്ത്യകാലമാകയാൽ സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് രാത്രി ആ ധൂർത്തപുത്രൻ അനുദപിച്ച് സുബോധത്തോടെ എഴുന്നേറ്റ് വന്നതുപോലെ ഇന്നലകളിൽ ദുഷ്ട പിശാച് തകർത്തിട്ടിരിക്കുന്ന മേഖലയ്ക്കകത്ത് നിന്ന് ഒരു കൂട്ടം എഴുന്നേറ്റ് വരട്ടെ കർത്താവേ. അതിന് കഴിയാതെ കണ്ട് അതിരുകള് ആമേൻ ഒതുക്കി ആമേൻ അതെ ഞെരുക്കി ആമേൻ അതെ തളർത്തി ഇട്ടിരിക്കുന്ന മേഖലയ്ക്കകത്ത് നിന്ന് ഇന്ന് രാത്രി ചിലർ വിടുതൽ പ്രാപിച്ച് എഴുന്നേറ്റ് വരട്ടെ കർത്താവേ. അത്തിക്കുമ്പാരങ്ങളെ ജീവിപ്പിക്കുമാറാക്കിയ യഹോവയുടെ ആത്മാവിന്റെ ശക്തി, ആ വചനത്തിന്റെ ശക്തി ചില കുടുംബങ്ങളിൽ ചില വ്യക്തികളിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി അത് രൂപാന്തരം സംഭവിക്കുവാനിടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി, ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവരിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. നാമം ചൊല്ലി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗ്ഗം അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. അടികൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കൂടപ്പുറപ്പിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കിട്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി യൂട്യൂബില് അത് സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആമേൻ അതെ അക്കൗണ്ട് ആമേൻ അതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളുടെ പുതിയ ആമേൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകും. ആമേൻ. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ശുഭം.